ഹായ്, വെൽക്കം ടു സുദീപ് സുഡു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാസ് ആൻഡ് വെയർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ആയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ നോക്കി. പോസിറ്റീവ് സെന്റൻസുകളാണ് നമ്മൾ നോക്കിയത്. ഒരു കാര്യം ആയിരുന്നു, ഞാനൊരു ഡോക്ടർ ആയിരുന്നു, ഞാനൊരു ഡാൻസർ ആയിരുന്നു എന്ന് പറയുന്ന സെന്റൻസുകൾ നമ്മൾ നോക്കി. ഏതിനോടൊപ്പം വാസ് ചേർക്കണം, ഏതിനോടൊപ്പം വേർ ചേർക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വളരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഫോമുകളുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആയിരുന്നു എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ആയിരുന്നോ എന്നുള്ളത് പോസിറ്റീവിന്റെ ചോദ്യമാണ്. ആയിരുന്നില്ല എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആയിരുന്നില്ലേ എന്ന് പറയുന്നത് നെഗറ്റീവിന്റെ ചോദ്യമാണ്. സോ ഈ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓൾ ഫോംസ് ഓഫ് എ സെന്റൻസ് വാസ് ഉപയോഗിച്ചിട്ടുള്ളതും അടുത്ത സ്ക്രീനിൽ ഇതിന്റെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേർ ഉപയോഗിച്ച് എല്ലാ സെന്റൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറലി നമ്മൾ വാസ് ഉപയോഗിച്ച് ഒരു കാര്യമായിരുന്നു എന്ന് പറയാം. അത് ഏതിനോടൊപ്പം ഒക്കെയാണ്? ഒന്ന് ഐ, ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ പേരാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ, അവൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആയിരിക്കാം, അല്ലെങ്കിൽ അത്. ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ ആൾക്കാരെ അല്ല ഒരു പെറ്റിനെയോ ഒരു പട്ടിക്കുട്ടിയോ ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനോടൊക്കെ നമ്മൾ ഉപയോഗിക്കാം വാസ്. യു, വേർ, ദേ, അല്ലെ? യു, വി, ദേയോടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വേർ ആയിരിക്കും. അത് നമുക്ക് അടുത്ത ഈ വീഡിയോയിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനോടൊപ്പം നമുക്ക് വാസ് ഉപയോഗിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? അപ്പൊ നമുക്ക് നോർമലി ഒരു പോസിറ്റീവ് സെന്റൻസ് എങ്ങനെയായിരുന്നു? ഐ വാസ് എ ഡാൻസർ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഒരു ഡാൻസർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു നർത്തകനായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഐ വാസ് എ ഡാൻസർ എന്നാണ് നമ്മൾ ആ സെന്റൻസ് രൂപീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എഴുതേണ്ടത്, അല്ലെ? അതുപോലെ തന്നെ അവനൊരു ഡാൻസർ ആയിരുന്നു എന്നാണെങ്കിൽ ഹി വാസ് എ ഡാൻസർ. ഇതെല്ലാം ആയിരുന്നു എന്നാണ്, ഇപ്പോൾ അല്ല, പണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആയിരുന്നു പാസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവൾ ഒരു ഡാൻസർ ആയിരുന്നു, ഷീ വാസ് എ ഡാൻസർ. ഇതൊരു ഡാൻസർ ആയിരുന്നു, ഇറ്റ് വാസ് എ ഡാൻസർ, അല്ലെങ്കിൽ അതൊരു ഡാൻസർ ആയിരുന്നു, ഇറ്റ് വാസ് എ ഡാൻസർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഒരു ചോദ്യം, പോസിറ്റീവിന്റെ ചോദ്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഞാൻ ഒരു ഡാൻസർ ആയിരുന്നോ എന്ന് നമ്മൾ ഒരാൾ ചോദിക്കണം. ഞാനൊരു ഡാൻസർ ആയിരുന്നോ എന്നാ ചോദിക്കുന്നെങ്കിൽ എങ്ങനെ ചോദിക്കണം? ഒന്നുമില്ല, ജസ്റ്റ് ഈ വാസ് ഫ്രണ്ടിൽ വരിക, സബ്ജക്റ്റ് രണ്ടാമത് വരിക. അപ്പം ഐ വാസ് എ ഡാൻസർ എന്നുള്ളത് വാസ് ഐ എ ഡാൻസർ ആയിട്ട് മാറും. അപ്പൊ ഞാനൊരു ഡാൻസർ ആയിരുന്നു, വാസ് ഐ എ ഡാൻസർ. ഇനി അവൻ ഒരു ഡാൻസർ ആയിരുന്നോ എന്നാണെങ്കിലോ വാസ് ഹി എ ഡാൻസർ. അവൾ ഒരു ഡാൻസർ ആയിരുന്നു, വാസ് ഷീ എ ഡാൻസർ. ഇത് അപ്പം വാസ് ഇറ്റ് എ ഡാൻസർ എന്ന് വരും, അല്ലെ? ഇനി രാം ഒരു ഡാൻസർ ആയിരുന്നോ? വാസ് രാം എ ഡാൻസർ. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമുക്കിനി നെഗറ്റീവ് സെന്റൻസുകൾ നോക്കാം. നെഗറ്റീവ് എങ്ങനെയാണ്? ഞാനൊരു ഡാൻസർ ആയിരുന്നില്ല എന്നാകും. ഞാനൊരു ഡാൻസർ ആയിരുന്നില്ല. അപ്പം ഐ വാസ് ഇൻ എ ഡാൻസർ. ഇത് ഷോർട്ട് ഫോം ആണ്. ഫുൾ ഫോം ആണെങ്കിൽ വാസ് നോട്ട്. ഐ വാസ് നോട്ട് എ ഡാൻസർ. ഞാനൊരു ഡാൻസർ ആയിരുന്നില്ല. അപ്പം ഐ വാസ് നോട്ട് ചേർക്കണം. വാസിന്റെ കൂടെ ഒരു നോട്ടും കൂടെ വരും, അത്രയേ ഉള്ളൂ. വാസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വാസിന്റ്. സോ ഐ വാസ് ഇൻ എ ഡാൻസർ, ഞാനൊരു ഡാൻസർ ആയിരുന്നില്ല. ഹി വാസ് ഇൻ എ ഡാൻസർ, അവനൊരു ഡാൻസർ ആയിരുന്നില്ല. ഷീ വാസ് ഇൻ എ ഡാൻസർ, അവളൊരു ഡാൻസർ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ എ ഡാൻസർ, ഇതൊരു ഡാൻസർ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു ഡാൻസർ ആയിരുന്നില്ല. ഇനി ഗീത ഒരു ഡാൻസർ ആയിരുന്നില്ല. അപ്പൊ ഗീത വാസ് ഇൻ എ ഡാൻസർ. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതിന്റെ ചോദ്യമാണെങ്കിലോ ആയിരുന്നില്ലേ എന്നായി മാറും, അല്ലേ? അപ്പം ഞാനൊരു ഡാൻസർ ആയിരുന്നില്ലേ, നെഗറ്റീവ് ചോദ്യമാണത്. അപ്പം വാസിന് ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വാസിന്റെ ഫ്രണ്ടിലേക്ക് ചേർക്കുക. നെഗറ്റീവിന്റെ ചോദ്യമാണ്. അപ്പം വാസിന്റെ ഐ എ ഡാൻസർ, ഞാനൊരു ഡാൻസർ ആയിരുന്നില്ലേ. വാസിന്റ് ഹി എ ഡാൻസർ, അവരൊരു ഡാൻസർ ആയിരുന്നില്ലേ. വാസിന്റ് ഷീ എ ഡാൻസർ, അവളൊരു ഡാൻസർ ആയിരുന്നില്ലേ. അപ്പൊ ഇതൊക്കെയാണ് നെഗറ്റീവിന്റെ ചോദ്യം. അപ്പം നമുക്കൊരു കാര്യം ആയിരുന്നു, ഞാനൊരു ഡാൻസർ ആയിരുന്നു, ഐ വാസ് എ ഡാൻസർ. ഞാനൊരു ഡാൻസർ ആയിരുന്നോ, വാസ് ഐ എ ഡാൻസർ. തിരിച്ചിട്ടുക.
ഞാനൊരു ഡാൻസർ ആയിരുന്നില്ല, ഐ വാസിൻറ്റ് എ ഡാൻസർ. ഞാനൊരു ഡാൻസർ ആയിരുന്നില്ലേ, വാസിൻറ്റ് ഐ എ ഡാൻസർ. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേറുള്ള സബ്ജക്റ്റുകൾ മാറുമ്പോൾ വേറായി മാറുന്നു എന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കതും കൂടെ ഒന്ന് നോക്കാം. സോ നമുക്കിനിയും വേറിന്റെ ഉപയോഗം കൂടെ നോക്കാം. ഓൾ ഫോംസ്, വേറിന്റെ ഓൾ ഫോംസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിന്റെ ക്വസ്റ്റ്യനും നെഗറ്റീവിന്റെ ക്വസ്റ്റ്യനും ഒക്കെ വേർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെന്റൻസുകളെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വേർ, നീ, നിങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ നമുക്ക് മലയാളത്തിൽ നമുക്ക് രണ്ട് വാക്കുണ്ട്, സിംഗുലറിലും പ്ലൂറലിലും. ഇപ്പൊ ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിലും നീ അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. യു എന്നുള്ള ഒറ്റ വാക്ക് അല്ലേ? നമുക്ക് വേർ ഉപയോഗിക്കേണ്ടത് യുവിനോടൊപ്പവും അതുപോലെ തന്നെ വി ദേയോടൊപ്പവുമാണ്. ഈ യു എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ഈ വാക്ക് സിംഗുലറും അതേ സമയത്ത് പ്ലൂറലുമാണ്. ഒരാളെ മാത്രം പറയാൻ വേണ്ടിയും യു ഉപയോഗിക്കും, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയാൻ വേണ്ടി യു ഉപയോഗിക്കും. അപ്പൊ ആദ്യം നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരാളെ പറയാൻ വേണ്ടി യു ഉപയോഗിക്കുന്നതും രണ്ടാമത് നമുക്ക് കോമൺ ആയിട്ട് പ്ലൂറൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നീ ഒരു അധ്യാപകൻ ആയിരുന്നു അല്ലെങ്കിൽ നീ ഒരു അധ്യാപികയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ അത് പറയേണ്ട യു വേറെ ടീച്ചർ എന്നാണ്. ഇവിടെ യു ഉദ്ദേശിക്കുന്ന ഒരാളെയാണ്. അപ്പൊ യു വേറെ ടീച്ചർ. ഇനി നീ ഒരു അധ്യാപിക, ഇതിന്റെ ഒരു ചോദ്യം എങ്ങനെയായിരിക്കും? നീ ഒരു അധ്യാപികയായിരുന്നോ അല്ലെങ്കിൽ നീ ഒരു അധ്യാപകനായിരുന്നോ എന്നാണ്. അപ്പം വേർ യു എ ടീച്ചർ എന്നാണ് അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഒന്നുമില്ല, വേർ മുമ്പിലേക്ക് എഴുതുക, അത്രമാത്രം. വേർ യു എ ടീച്ചർ, ആയിരുന്നു. ഇനി അതേ സമയത്ത് നീ ഒരു അധ്യാപകനായിരുന്നില്ല അല്ലെങ്കിൽ നീ ഒരു അധ്യാപിക ആയിരുന്നില്ല എന്നാണെങ്കിൽ യു വേർ നോട്ട് അല്ലെങ്കിൽ വേറിന്റെ, ഇത് വേർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. വേറിന്റെ ഞാൻ രണ്ടും എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ യു വേറിന്റെ ടീച്ചർ എന്നൊന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ യു വേർ നോട്ട് എ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ യു വേറിന്റ് എ ടീച്ചർ അല്ലെങ്കിൽ യു വേർ നോട്ട് എ ടീച്ചർ. എങ്ങനെയാണെങ്കിലും നീ ഒരു അധ്യാപിക ആയിരുന്നില്ല, നീ ഒരു അധ്യാപകൻ ആയിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. പണ്ടത്തെ കാര്യങ്ങളാണ്, പഴയ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതുപോലെ തന്നെ നമുക്കിനി പ്ലൂറൽ നോക്കാം. ഇനി അതിന്റെ ചോദ്യം നമ്മൾ നോക്കിയില്ലല്ലോ. നീ ഒരു അധ്യാപകനായിരുന്നില്ലേ എന്നുള്ള നെഗറ്റീവ് ചോദ്യമാണ്, അല്ലെങ്കിൽ നീ ഒരു അധ്യാപികയായിരുന്നില്ലേ അത് നെഗറ്റീവിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വേറിന്റെ ഇങ്ങോട്ടാക്കുക, വേറിന്റെ യു എ ടീച്ചർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഈ വേർ ഉപയോഗിക്കുന്ന യു സിംഗുലർ ആയിട്ട് ഒരാളെ മാത്രം പറയാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന യുവിന്റെ കൂടെ വേറെ ഉപയോഗിക്കുന്ന, ഇനി പ്ലൂറൽ ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയാൻ വേണ്ടിയാണെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലൂറൽ വാക്കുകളുടെ കൂടെ വേർ ചേർക്കുന്നതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പൊ 3 യു, ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന യു ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയാൻ വേണ്ടിയാണ്. വി, നമ്മൾ, അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അല്ലെ? ഒരാളാണെങ്കിൽ ഞാൻ, ഒന്നിൽ കൂടുതലാണെങ്കിലാണ് വി. അതുപോലെ തന്നെ ദേ, അവർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. എല്ലാം പ്ലൂറലാണ്, ബഹുവചനമാണ്. അപ്പൊ യു വി ദേ എന്നുള്ള വാക്കുകളുടെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ട വേറാണ് കോമൺ ആയിട്ട്. യുവിന് രണ്ടർത്ഥം വരും. ഒന്ന് സിംഗുലർ നമ്മളിവിടെ പറഞ്ഞു, പ്ലൂറൽ നമ്മളിവിടെ പറയുന്നുണ്ട്. സോ വി യു ദേയോടൊപ്പമാണ് നമ്മൾ എപ്പോഴും വേർ ഉപയോഗിക്കേണ്ടത്. ഐ, ഹി, ഷീ, ഇറ്റൊക്കെ അതിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കേണ്ടത് നമ്മൾ വാസാണ്. ഒരാൾ മാത്രം, ഇപ്പൊ ഒരു അലക്സ് ഒരാളുടെ പേരാണ്, അല്ലെങ്കിൽ ഹാഷിം ഒരാളുടെ പേരാണ്, നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ ആണ്, വാസ ഉപയോഗിക്കേണ്ടത്. അതേ സമയത്ത് ഇപ്പം അലക്സ് ആൻഡ് രഹീം 2 പേരുണ്ട്, പ്ലൂറലാണ്, അപ്പൊ ഉപയോഗിക്കേണ്ടത് വേറാണ്. അപ്പൊ ഇതൊക്കെ പ്ലൂറൽ വാക്കുകളാണ്. ഓക്കെ, അപ്പം യു വീതയോടൊപ്പം നമ്മൾ ടീച്ചേഴ്സ് എന്ന് വരും. നിങ്ങൾ അധ്യാപകരായിരുന്നു, യു വേർ ടീച്ചേഴ്സ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അധ്യാപകരായിരുന്നു, വി വേർ ടീച്ചേഴ്സ്. അവർ അധ്യാപകരായിരുന്നു, ദേ വേർ ടീച്ചേഴ്സ് ആയിട്ട് മാറും. അതേപോലെ നിങ്ങൾ അധ്യാപകരായിരുന്നു ഇതിന്റെ ചോദ്യമാണ്, അപ്പം വേർ യു ടീച്ചേഴ്സ്. അതുപോലെ തന്നെ ഞങ്ങൾ അധ്യാപകരായിരുന്നു, വേർ വി ടീച്ചേഴ്സ്. അവർ അധ്യാപകരായിരുന്നു, വേർ ദേ ടീച്ചേഴ്സ് ആയിട്ട് മാറും. ഇനി ഒരു നെഗറ്റീവ് ആണെങ്കിലോ, ഞങ്ങൾ അധ്യാപകരായിരുന്നില്ല, അപ്പം യു വേറിന്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ യു വേർ നോട്ട് ടീച്ചേഴ്സ്. നമ്മൾ അധ്യാപകരായിരുന്നില്ല, വി വേറിൻ ടീച്ചേഴ്സ്. അവർ അധ്യാപകരായിരുന്നില്ല, അപ്പം ദേ വേറിൻ ടീച്ചേഴ്സ്. വേർ നോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ അതിന്റെ ചോദ്യമാണെങ്കിലോ, നിങ്ങൾ അധ്യാപകരായിരുന്നില്ലേ, അപ്പം വേറിൻ യു ടീച്ചേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ അധ്യാപകരായിരുന്നില്ലേ, വേറിൻ വി ടീച്ചേഴ്സ്. അവർ അധ്യാപകരായിരുന്നില്ലേ, അപ്പം വേറിൻ ദേ ടീച്ചേഴ്സ് ആയിട്ട് മാറും.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയത് എല്ലാ ഫോം ഓഫ് സെന്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാസിന്റെ കൂടെ നമ്മളൊരു പോസിറ്റീവ് നെഗറ്റീവിന്റെ ചോദ്യം പോസിറ്റീവിന്റെ ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ വേറിന്റെ കൂടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതോടെ നമുക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആകുവാണ്. ഇപ്പൊ ഇനി ഏതിന്റെ കൂടെ ഇപ്പൊ നമുക്കൊരു കാര്യം ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു കൺഫ്യൂഷനും ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പാടില്ല. വർക്ക്ഷീറ്റ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് സോൾവ് ചെയ്യുക. ഒരു മിക്സ്ഡ് വർക്ക്ഷീറ്റ് ആയിരിക്കും ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത്, എല്ലാം ഉൾപ്പെടുത്തുന്നത്. സോ അത് എല്ലാ രീതിയിലും നിങ്ങളൊരു സെന്റൻസ് നിർമ്മിച്ച് വർക്ക്ഷീറ്റ് കറക്റ്റായിട്ട് ചെയ്തു പോകുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാർഡിന്റെ യൂസേജ് ആയിട്ട് കാണാം. ഹാർഡ് ആ ഒരു ടോപ്പിക് കൂടെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതായിട്ട് കാണാം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.